നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ജപ്പാൻ ട്രേഡ് ഡീല് കാരണം മാർക്കറ്റും ജപ്പാൻ മാർക്കറ്റും വളരെ പോസിറ്റീവായ രീതിയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇന്നലെ ജപ്പാൻ മാർക്കറ്റ് 3.5% റാലി ഉണ്ടായിരുന്നു. മാർക്കറ്റും നല്ല രീതിയിലൊരു റാലി രേഖപ്പെടുത്തി. ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഏതൊക്കെ രാജ്യങ്ങളാണോ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് പൂർണ്ണമായിട്ടും ഓപ്പൺ ആക്കുന്നത്, ആ രാജ്യങ്ങൾക്ക് മേൽ സീറോ താരിഫ് എന്നാണ് പുതിയ ഒരു നയം. പക്ഷേ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത് അംഗീകരിക്കും എന്നുള്ളതിൽ ഇത് ഉറപ്പില്ല. ഇന്ത്യയായിട്ടുള്ള അവസാനവട്ട ചർച്ചകളും അതിൻ്റെ ഔട്ട്കം എല്ലാം തന്നെ വെരി സൂൺ തന്നെ വരും. അത് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ എനിവേ, ഐസിൻ്റെ ഭാഗത്തുനിന്ന് അവർ സെല്ലിംഗ് മോഡിലേക്ക് പോയിട്ടുണ്ട്. ഇന്നലെ 4209 കോടി രൂപയുടെ സെല്ല് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ചയിൽ അവർ ബൈയിങ് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും അവർ സെല്ലിംഗ് മോഡിൽ തന്നെയാണ് ഐസ് ഉള്ളത്. പക്ഷേ അതിനെ മറികടന്നിട്ട് ഇന്നലെ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് ഫിനാൻഷ്യൽ ബാങ്കിങ് കമ്പനീസിൻ്റെ ശക്തമായിട്ടുള്ളൊരു ബൈയിങ്ങും നമ്മൾ കണ്ടിരുന്നു. ഇന്ന് മിഡ് ക്യാപ്പ് കമ്പനികളിലെ ലാർജ് ക്യാപ്പിൻ്റെ റിസൾട്ടുകളാണ്. അതായത് ഒരുപാട് മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. SBI ലൈഫ്, IEX, ACC സിമെൻറ്റ് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട്, കൂടാതെ ഇതിനോടൊപ്പം തന്നെ ബജാജ് ഫിനാൻസിൻ്റെയും റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് കാലഘട്ടമാണ്. എസ്പെഷ്യലി മിഡ് ക്യാപ്പ് കമ്പനീസിലിപ്പോൾ മിഡ് ക്യാപ്പുകൾ ഒരു ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റാണ് മിഡ് CP നിഫ്റ്റി. അപ്പോൾ അതൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കാരണം 20% എല്ലാം തന്നെ മൂവ്മെൻറ്റ് ഈ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഉണ്ടാകുമ്പോൾ സെയിം ആ ഒരു ഇൻഡെക്സിലും അതേപോലത്തെ ഒരു വോളറ്റിലിറ്റി ഉണ്ടാവും. പക്ഷേ അത് മന്ത്ലി എക്സ്പയറിയിലേക്ക് മാറിയത് കൊണ്ട് പഴയതുപോലെ ബാങ്ക് എക്സും മിഡ് ക്യാപ്പ് നിഫ്റ്റിയിലും തന്നെ ആരും ട്രേഡ് അങ്ങനെ ചെയ്യാറില്ല. സ്റ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്ക് 127 പോയിൻറ്റ് പ്ലസ് ആയിരുന്നു. ഡോ 500 പോയിൻറ്റ് പ്ലസ് ആയിരുന്നു. കൂടാതെ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് പ്ലസ് ആയിരുന്നു. ഇന്ത്യ വിക്സ് ഇപ്പോൾ 10.48 ആയതുകൊണ്ട് ഓപ്ഷൻ റൈറ്റേഴ്സിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് -100 ആണ്. എന്നാൽ ജപ്പാൻ മാർക്കറ്റ് 700 പോയിൻറ്റ് പോസിറ്റീവും അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ നിലകൊള്ളുന്നത് കാണാൻ സാധിക്കും. ഗിഫ്റ്റ് നിഫ്റ്റിയും ഇതുവരെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ മാർക്കറ്റ് ഉണ്ടാക്കിയ ആ ഒരു ഗംഭീര റാലിയിലും തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ആസ് ഓഫ് നൗ പങ്കാളിയായിട്ടില്ല. ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, അവർ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 33% ഉയർന്ന 887 കോടി രൂപയും നെറ്റ് പ്രോഫിറ്റ് 21% ഉയർന്ന 581 കോടി രൂപയും കരസ്ഥമാക്കി. ഇൻഫി റിസൾട്ട് വന്നിരുന്നു ഇന്നലെ. 6920 കോടി രൂപയാണ്. 8.7% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. നെറ്റ് റവന്യൂവും 7.5% ഉയർന്നു. ടാറ്റ കൺസ്യൂമർ കമ്പനി 15% നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി 334 കോടി രൂപ കരസ്ഥമാക്കിയിരുന്നു. ഒറാക്കിൾ കമ്പനി ഇവർ 4% നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി 641 കോടി രൂപ കരസ്ഥമാക്കി. ഫോഴ്സ് മോട്ടേഴ്സ് 52% നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി 176 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. BML കമ്പനി ഇവർക്ക് 293 കോടി രൂപയുടെ ഒരു ഓർഡർ 6 വീൽ ഡ്രൈവ് എന്ന് പറയുന്ന കപ്പാസിറ്റിയുള്ള വെഹിക്കിൾ പർപ്പസിന് വേണ്ടി, മിലിറ്ററി പർപ്പസിന് ഉപയോഗിക്കുന്ന വെഹിക്കിളിൻ്റെ പ്രൊഡക്ഷൻ്റെ ഓർഡർ BML ലഭിച്ചു. ബിക്കാച്ചി ഫുഡ് കമ്പനി സ്നാക്സ് കമ്പനിയാണ്. അവർ 3.4% നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി 60 കോടി രൂപ കരസ്ഥമാക്കി. CMS ഇൻഫോ കമ്പനി ഇവർ ബാങ്കിങ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയാണ്. 3% ഇയർ ഓൺ ഇയർ ഉയർന്നു. പെർസിസ്റ്റൻറ്റ് സിസ്റ്റം 396 കോടി രൂപയിൽ നിന്ന് 425 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കൈത്താൻ കെമിക്കൽ കമ്പനി 16 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 21 കോടി രൂപ പ്രോഫിറ്റ് ആയി. ബോറോസിൽ റിന്യൂവബിൾ കമ്പനി 3 കോടി രൂപയായിരുന്നു ലോസ്, ഈ തവണ 272 കോടി രൂപ ലോസ് വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വോളറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുക. എനിവേ, വീക്കിലി അടിസ്ഥാനത്തിൽ നിഫ്റ്റി പോസിറ്റീവിൽ തന്നെ നിലകൊള്ളുന്നുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസമാണോ ഉള്ളത്. ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയ പൊല്ലാപ്പുകൾ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എല്ലാവർക്കും വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു ഓൾ.